Good morning, dear traders. Welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ട്രേഡ് പ്ലാൻ എത്രത്തോളം മാർക്കറ്റ് വർക്കൗട്ട് ആയി, നമ്മുടെ പ്ലാൻസ് ഒക്കെ മാർക്കറ്റിൽ നടന്നില്ല എന്ന് നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാൻസ് ഒക്കെ നമ്മൾ ഇന്നലെ യൂറോയിൽ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന FEG നമുക്ക് കിട്ടിയ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെയാണ് മെയിൻ റീസൺ. അവിടെ നിന്ന് നമ്മൾ വിചാരിച്ച പോലെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞ ഇന്നലത്തെ കീ ലെവൽസ് ഈ 3 ലെവൽസ് ആയിരുന്നു, 1, 2, 3. ഈ 3 ലെവൽസിൽ എവിടെയെങ്കിലും മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും നല്ലൊരു ബൈ ഓർഡർ കിട്ടാന്നായിരിക്കും ഞാൻ പറഞ്ഞത്. അതിൽ ഈ ലെവൽസിലേക്ക് വന്നില്ല, പക്ഷേ ഈ ലെവലിൽ വന്ന് ലോ ടൈം ഫ്രെയിംസിൽ നല്ല എൻട്രി ഇന്നലെ യൂറോസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ നല്ല ബൈ റാലി ആയിരുന്നു. ബൈ റാലി കിട്ടി. ഇന്ന് പറഞ്ഞ ടാർഗറ്റ്സ് ഇതെല്ലാമായിരുന്നു. ഇത് രണ്ടുമായിരുന്നു ഇന്നലെ പറഞ്ഞ ടാർഗറ്റ്. ബട്ട് മാർക്കറ്റ് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോയി. ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് ലെവൽസിനേക്കാൾ മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തേക്ക് മിക്കവാറും ഇന്നും ഞാൻ ബുള്ളിഷ് തന്നെയാണ് യൂറോയിൽ. ഞാൻ എന്തെങ്കിലും വ്യൂവിൽ അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റുന്ന മണിക്കൂറുകളിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ചെയ്യുക. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഞാൻ ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും. ടെലിഗ്രാം ചാനൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ബയോയിൽ കയറി നോക്കിയാൽ മതി. ബയോയിൽ നമ്മൾ അബൌട്ടിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പറയുന്നതായിരിക്കും. സോ ഇന്നും ഞാൻ പേഴ്സണലി ബുള്ളിഷ് തന്നെയാണ്. ബെയറിഷ് ആവാൻ മാത്രം എനിക്ക് റീസൺസ് ഒന്നുമില്ല. പിന്നെ ഇന്ന് CPI ഉള്ളതാണ്. CPIയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവർക്കായിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് എൻ്റെ ട്രേഡ് പ്ലാൻ. ഇന്ന് മിക്കവാറും എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യണത് മിക്കവാറും ഇന്ന് യൂറോസിയുടെ ഈ ഹൈ ഇന്ന് ടേക്ക് ഔട്ട് ചെയ്യാനുള്ള നല്ല പ്രോബിലിറ്റി ആണെന്ന് കാണുന്നുണ്ട്. ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് മിക്കവാറും ഈ ഒരു ഹൈയിൽ വരെ എത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഇവിടെ സെല്ലേഴ്സ് സ്റ്റെപ്പിനാവായിരിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്യാന്നുള്ളത്. സോ അൾട്ടിമേറ്റ്ലി ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡ്. ഈ ഒരു ലെവൽ എത്തുന്നവരെ ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡ് അല്ല, ഐ ആം ബുള്ളിഷ് ഓൺ യൂറോസ്റ്റി. ഗോൾഡിന്റെ കേസ് സ്റ്റഡി ഞാൻ അടുത്തായിട്ട് പറയാം. ആൻഡ് നെക്സ്റ്റ് ഡോളറിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്ഥിരമായിട്ട് പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ, ട്രേഡ് പ്ലാൻ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ 7 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു ഡോളറിന് രക്ഷയുണ്ടോ. പിന്നെ അതിന് 5 ദിവസം മുമ്പ് ഇട്ടതായിരുന്നു ഈ ഡോളറിന്റെ ബെയറിഷ്നെസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടു നോക്കാം. എന്തുകൊണ്ട് ഞാൻ ഡോളറിൽ ബെയറിഷ് ആയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഡെയിലി ടൈം ഫ്രെയിം ആണ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഫോൾ ആണ് ഡോളറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ. എക്സാക്ട്ലി നമ്മുടെ പ്രൈസ് ആക്ഷൻ പക്കയായിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് നടന്നിട്ടുണ്ട്. സോ വാട്ട്സ് നെക്സ്റ്റ് ഓൺ ഡോളർ. അപ്പൊ അടുത്തതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഐ എം സ്റ്റിൽ ബെയറിഷ് ഓൺ ഗോൾഡ്, ബെയറിഷ് ഓൺ US ഡോളർ. കാരണം ബുള്ളിഷ് ആവാൻ മാത്രം ഒരു പക്ക റീസൺസ് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ഇനി എൻ്റെ ഒരു ആന്റിസിപ്പേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന മണിക്കൂറുകളിൽ ഈ ഒരു ലോ ഡോളർ ടേക്ക് ഔട്ട് ചെയ്യാനായിരിക്കും. അപ്പൊ ഇന്ന് CPI ഉള്ളതാണ് മിക്കവാറും ആ ടൈമിലായിരിക്കാം. നമുക്ക് നോക്കാം ഡോളർ എങ്ങനെ ടേൺ ഔട്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെ. സോ അപ്പൊ നമ്മുടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ടുള്ള പ്രൈസ് സ്റ്റഡി കറക്റ്റ് ആയിരുന്നു. യൂറോസ്റ്റിയിലും ഡോളറിലും നമ്മൾ പറഞ്ഞ വ്യൂസ് എല്ലാം പക്കയായിരുന്നു. യൂറോസ്റ്റിയിൽ നമ്മൾ ബുള്ളിഷ് ആയിരുന്നു, കണ്ടില്ലേ. യൂറോസ്റ്റിയിൽ നമ്മൾ ബുള്ളിഷ് ആയതിന്റെ ഇതാണ് ഈ വീഡിയോസ് ആണ്. ഇതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. ഡോളറിൽ ബെയറിഷ് ആയിരുന്നു, അതും അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. സോ ഇനി അടുത്തതായിട്ട് ഗോൾഡ്. ഫൈനലി ഗോൾഡിൽ കറക്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ബുള്ളിഷ് ആയിരുന്നു. റീസൺ ബുള്ളിഷ് ആയിരുന്നു. അതിന്റെ വൺ ഓഫ് ദ റീസൺ ഈ ബുള്ളിഷ് FEGയിൽ വന്ന് നിൽക്കുന്നതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്ത കാര്യം ഞാൻ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അതന്നെ ഇവിടെ നിന്നായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഇവിടെ വരെ ഇരുന്ന് ടാർഗറ്റ് വെച്ച ശേഷം, കാരണം ഇവിടെ ഒരു ഇനഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഞാൻ അത് കാരണം അങ്ങോട്ടേക്ക് ടാർഗറ്റ് വെക്കാഞ്ഞത്. കാരണം അങ്ങനെ വെച്ചിരുന്നെങ്കിൽ മേ ബി കണ്ടില്ലേ ഏകദേശം ഇവിടം വരെ പോയായിരുന്നു. ബട്ട് ഞാൻ ഇവിടം വരെ വെച്ചുള്ളൂ ടാർഗറ്റ്. സ്റ്റിൽ ഐ ഗോട്ട് അബൌട്ട് 2 hour എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറി ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബ്രേക്ക് ഡൗൺ വേണമെന്നുണ്ടെങ്കിൽ, ഈ ട്രെയിനിന്റെ ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമന്റ് ബ്രേക്ക് ഡൗൺ എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുത്തത് റിസൾട്ടൊക്കെ. സോ ഇന്നത്തേക്ക് എന്താണ് എൻ്റെ ഗോൾഡിൽ ആന്റിസിപ്പേഷൻ പറയാനാണെങ്കിൽ ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡ്. ബുള്ളിഷ് തന്നെയാണ്, ബെയറിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നുമില്ല. മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് ഗോൾഡ് ഈ ഒരു ഓൾ ടൈം ഹൈ അടിക്കും എന്ന് തന്നെയാണ് ഞാൻ തോന്നുന്നത്. കാരണം CPI ഉണ്ട്. CPIയിൽ നല്ല രീതിയിൽ ബയേഴ്സ് പുഷ് ആവാനുള്ള നല്ല പ്രോബബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയാം, CPI ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ലണ്ടനിലായാലും ന്യൂയോർക്കിലായാലും ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. ഞാൻ പറയാമല്ലോ, നമ്മൾ ഇത്രയും വളരെ മേജർ ആയിട്ടുള്ള ന്യൂസ് ഉള്ള ദിവസം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറിയിരിക്കും.
ചെറിയ ന്യൂസ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ CPI പോലുള്ള ന്യൂസിലൊന്നും നമ്മളൊരിക്കലും പ്ലേ ഔട്ട് ചെയ്യാൻ നിൽക്കരുത്. എത്രയൊക്കെ പറഞ്ഞാലും ന്യൂസാണ്, ഡാറ്റ അനുസരിച്ചിരിക്കും, ഫണ്ടമെന്റൽ അനാലിസിസ് അനുസരിച്ചിരിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകണം വേണ്ട എന്നുള്ള തീരുമാനങ്ങൾ വരാം. മേ ബി ഇവിടെ ഡൗൺ ആയിരിക്കാം. പക്ഷേ ടെക്നിക്കലി പരമായിട്ട് ഞാനിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡ്. ഞാൻ ഗോൾഡിൽ ബുള്ളിഷാണ്. നമുക്ക് നോക്കാം CPI എങ്ങനെയാണ് ഗോൾഡ് ടേൺ ഔട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഞാൻ ഇനി ട്രേഡ് എടുക്കണമെങ്കിൽ ഞാൻ നാളെ എടുക്കുള്ളൂ. ഞാൻ ഇന്നത്തേക്ക് ട്രേഡുകളൊന്നും എടുക്കില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ അനാലിസിസ് ഷെയർ ചെയ്യാനാണ്. ഞാൻ ഒരാളുടെ ട്രേഡ് എന്താ പറയുക, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല CPI ഉള്ളത് കാരണം. സ്റ്റേ ഔട്ട്. കാരണം മനസ്സിലായി. കാരണം ഓൾറെഡി ഇന്നലെ നമുക്ക് ഒരാൾ ട്രേഡ് കിട്ടി. നമുക്കിത് നാളെ നോക്കാം, വ്യാഴാഴ്ച നോക്കാം. വ്യാഴാഴ്ച നാളെ വലിയ ന്യൂസ് ഇല്ലാന്നാണ് തോന്നുന്നത്. നാളെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അത് ഓക്കെ, അതും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് തന്നെയാണ്. ബട്ട് അതിൻ്റെ കേസ് സ്റ്റഡി ഞാൻ നാളെ ഷെയർ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം ബുള്ളിഷ് ഓൺ EURUSD ആൻഡ് ഐ ആം ബെയറിഷ് ഓൺ ഡോളർ ആൻഡ് ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡ്. ഇതാണ് എൻ്റെ പേഴ്സണലി ഇന്നത്തുള്ള ട്രേഡ് പ്ലാനും എൻ്റെ അനാലിസിസ് ഒക്കെ. സോ നമുക്ക് നോക്കാം ഇന്ന് ഇത് എത്രത്തോളം ടേൺ ഔട്ട് ചെയ്യും, എത്രത്തോളം വർക്കൗട്ട് ആവുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ന്യൂസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു CPI ആണ്. ഒബിയസ്ലി ന്യൂയോർക്ക് ടൈം 8:30, അതായത് ഇന്ത്യൻ ടൈം 6 മണിക്കാണ് CPI. നമുക്ക് നോക്കാം നമ്മുടെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് CPI ഇന്ന് ടേൺ ഔട്ട് ചെയ്യുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റൽ അനുസരിച്ച് ശരിക്കും ടെക്നിക്കലി ഫോളോ അപ്പ് ചെയ്യുക. നമുക്ക് നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ്ലി ICT നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ICT കോൺസെപ്റ്റ്സുകൾ നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കറന്റ് 7 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 7 ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മളുടെ ICT കവറപ്പ് ചെയ്തേക്കുന്നത്. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. നമ്മൾ ഇന്ന് പുതിയ എപ്പിസോഡ് വൈകുന്നേരം റിലീസ് ആവുന്നതായിരിക്കും. ഏകദേശം ഒരു 6 മണിയൊക്കെ ആവുമായിരിക്കും. 6 മണിക്കായിരിക്കും മിക്കവാറും അപ്ലോഡ് ആവുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ DM ചോദിച്ചാലും മതി, നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. നമുക്ക് നോക്കാം നമ്മുടെ CPI ഇന്നെങ്ങനെ പ്രൈസിനെ കൊണ്ടുപോകും എന്നുള്ള കാര്യം. നമ്മൾ വിചാരിക്കണ പോലെ പൊക്കത്തേക്ക് കൊണ്ടുപോകും, അത് താഴത്തേക്ക് പോകുന്നൊക്കെ നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ഫോർ ടുഡേ. സ്റ്റേ ട്യൂൺഡ്. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി പിപ്സ്.